ആ കരാറിനകത്ത് വ്യക്തമായി തന്നെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷാ കാര്യങ്ങളും സേഫ്റ്റി കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നു. രേഖാപോലും തയ്യാറാക്കിയുള്ള കരാറാണ്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റ് വിവിധ ഏജൻസികളുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സേഫ്റ്റി ആസ്പെക്ട്സ്, ഫയർ, മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ, ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ് നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാര്യം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചൊരു അന്വേഷണം വയ്ക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണത്തിന് ഏറ്റവും ഉചിതമായ ഏജൻസി പോലീസാണ്. തന്നെയല്ല കോർപ്പറേഷൻ്റെയും ഫയറിൻ്റെയും എല്ലാം അംഗീകാരം എടുത്തിട്ടുണ്ടെന്നുള്ളത് വീണ്ടും സൂക്ഷ്മപരിശോധന നടത്തേണ്ടതുണ്ട്. അപ്പോൾ പോലീസിൻ്റെ പ്രാഥമികമായ നിരീക്ഷണങ്ങളും അതിൽ നിന്നുള്ള അവരുടെ ഇൻഫറൻസും വെച്ചിട്ട് അതുകൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം GCDA സംബന്ധിച്ച് ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നുണ്ട്. അതിൽ ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ കോട്ട് ചെയ്യും. അതാണ് അത് സംബന്ധിച്ച് പറയാം. ഒന്ന്, ഈ അനുഭവം, ഈ പാഠം ഭാവിയിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുത്തത്തക്ക വിധത്തിൽ ആര് പരിപാടിക്ക് വരുമ്പോഴുള്ള സേഫ്റ്റി പ്രോട്ടോക്കോൾ ഒരിക്കൽ കൂടി നമുക്ക് പുതുക്കി കാലോചിതമാക്കി കർശനമാക്കി തീരുമാനിക്കേണ്ടതുണ്ട്. അത് ചെയ്യും ഞങ്ങൾ. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ സ്റ്റേഡിയം നമ്മുടെ അഭിമാനകരമായ ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു സംവിധാനമാണ്. അതിന് സുരക്ഷാ പിഴവുകളുണ്ട് എന്നുള്ളൊരു ചിന്ത നാട്ടിൽ പോകാൻ പാടില്ല. അത് ഇല്ലതായി. അതുകൊണ്ട് തന്നെ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇതൊരു ഫുട്ബോളിന് മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേഡിയമാണിപ്പോൾ. അതല്ലാത്ത കാര്യങ്ങൾക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള ആലോചിച്ചപ്പോൾ ഞങ്ങളത് ആകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുട്ബോൾ ടർഫിന് പരിക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. ഫുട്ബോൾ ടർഫിന് ദോഷം വന്നാൽ ISLൻ്റെ എല്ലാം പ്രോട്ടോക്കോൾ പ്രകാരം അവർ അതിനകത്ത് തെറ്റായ ഒരു രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വന്നാൽ പിന്നെ നമുക്ക് കളികൾ കിട്ടില്ല. ആ കാര്യത്തിൽ ഏറ്റവും നല്ല ജഡ്ജ്മെൻറ്റ് നടത്തി സമയാസമയങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സാണ്. ഇപ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടാണ്. അവരത് ഫലപ്രദമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുന്നത്, ടർഫിലേക്ക് ഈ 10-12,000-ഓളം കുട്ടികൾ വന്ന് ഒരു നടന പരിപാടി നടത്തുമ്പോൾ ടർഫിനുള്ള സംഭവിക്കുമെന്നുള്ളൊരു പ്രശ്നം വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ടർഫിന് ദോഷം വരാത്ത ഒരു ടൈല് ലേ ചെയ്യുന്ന സംവിധാനമുണ്ട്, ട്രാൻസ്പെറൻറ്റ് ടൈല്. സൂര്യപ്രകാശം കടന്നു പോകുന്ന, ടർഫിന് ദോഷം വരാത്ത ആ ടൈലിടണമെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടിൽ 10-21 ലക്ഷം രൂപ വരും. അഹമ്മദാബാദിലെല്ലാം മൾട്ടി പർപ്പസിന് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. അവരാദ്യം അത് സമ്മതിച്ചെങ്കിലും പിന്നീട് അവരൊന്ന് പറഞ്ഞു, അത്രയും ചിലവ് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ ടർഫിലേക്ക് കയറില്ല എന്ന് പറഞ്ഞു. നിങ്ങളിന്നലെ കണ്ടു കാണും, ടർഫിലേക്ക് ആരും കയറിയിട്ടില്ല. ആ ടർഫ് എന്നുവെച്ചാൽ കളി നടക്കുന്ന പ്രധാന ഗ്രൗണ്ടിൻ്റെ അതിർത്തി കഴിഞ്ഞുള്ള പെറിഫറിയിലാണ് ഈ കുട്ടികൾ നിന്നിരുന്നത്. എല്ലാ പടങ്ങളിലും ഉണ്ടത്. അപ്പോൾ അങ്ങനെയാണ് അനുവാദം കൊടുത്തത്. ആ അനുവാദം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ VIP പവിലിയൻ്റെ ഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അവിടെ അഡീഷണലായിട്ടൊരു ഔട്ട്ഫിറ്റ് കൊണ്ടുവരുമ്പോൾ അത് വേണ്ടത്ര കരുതില്ലാതെ ചെയ്തെന്ന് വേണം കണക്കാക്കാം. പക്ഷേ അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളെക്കാൾ സേഫ്റ്റി സെക്യൂരിറ്റി അതോറിറ്റീസാണ്. അവരുടെ വരട്ടെ. ഞാൻ പറയുന്നത്, ഭാവിയിലും ഇത്തരം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഈ അനുഭവം കൂടി വെച്ചുകൊണ്ട് സേഫ്റ്റി പ്രോട്ടോക്കോള് വളരെ പ്രധാനമായിട്ട് എടുക്കും. അതോറിറ്റി ഇതിൽ നിന്ന് മതിയായ ഒരു നിഗമനത്തിലെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അത് ഞാൻ പോലീസിൻ്റെ കൂടി റിപ്പോർട്ട് വരണം. കാരണം നമ്മൾ സേഫ്റ്റിയും സെക്യൂരിറ്റിയും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി ചെയ്യേണ്ട വിവിധ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്യേണ്ട അവരുടെ കോർപ്പറേഷൻ, ഫയർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അത് അവർ വേണ്ടത്ര ചെയ്തോ ഇല്ലയെന്നുള്ളത് ഇല്ലയെന്ന് ഞാൻ തീർച്ചയായും പറയുന്നില്ല. പക്ഷേ പരിശോധിച്ചിട്ട് വേണം. അതിൽ പരിശോധിക്കേണ്ട ഏജൻസി പോലീസ് തന്നെയാണ് പറയേണ്ടത്. ഞങ്ങൾ അവരോട് കോർഡിനേറ്റ് ചെയ്യും. ഇപ്പോൾ ഇത്രേ പറയാം. ചെയർമാൻ K. ചന്ദ്രമുള്ള മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഉമാ തോമസിന് അപകടം പറ്റിയ കലൂർ രാജ്യാന്തര ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ, അന്തർദേശീയ സ്റ്റേഡിയത്തിൽ വേണ്ടുന്ന മുൻകരുതലുകൾ സ്വീകരിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ലൈസൻസുകളെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസിനെ എൻഷുർ ചെയ്യിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്വേഷണം നടക്കട്ടെ. കാരണം ഇത്തരം വലിയ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ ഇതുപോലുള്ള ആളുകൾ തടിച്ചുകൂടുന്ന സ്ഥലത്ത് ഇങ്ങനെ അപകടങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. GCDA ചെയർമാൻ ചന്ദ്രമുള്ളയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, അന്വേഷണം വേണം.